പിന്നെ ഇന്ന് 10 മണിക്ക് ഡ്യൂട്ടി. അപ്പോൾ ഒരു 7:30 അലാറം വെച്ചു. 7:30 അലാറം ഓഫാക്കിയിട്ട് പിന്നെയും കിടന്നു കേട്ടോ. കുറച്ച് മടിയായി. പിന്നെ 8 മണി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ട് പിന്നെ തലയ്ക്ക് എണ്ണ തേച്ചിട്ട്, അത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. തലയ്ക്ക് എണ്ണയെല്ലാം തേച്ചിട്ട് പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. ആ തുണിയെല്ലാം എടുത്തിട്ട് ഒന്നും നോക്കില്ല, ബാത്റൂമിൽ കയറി. പിന്നെ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ കമ്പനി യൂണിഫോമെല്ലാം ഇട്ടിട്ട് പിന്നെ അടുത്ത പരിപാടിയല്ലേ നമ്മുടെ ഹെയർ സ്റ്റൈൽ സെറ്റാക്കണേ. മുടി ഇരിക്കുമ്പോഴല്ലേ സ്റ്റൈലെല്ലാം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മുടിയെല്ലാം അങ്ങോട്ട് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചായിരുന്നു. അപ്പോഴേക്ക് സൂപ്പർവൈസർ വിളിക്കുകയാണ്, സിബു വണ്ടി എത്തിയിട്ടാണ്. ഞാൻ അവിടെ നിന്ന് റൂമിൽ നിന്ന് വണ്ടി പാഞ്ഞ് നടക്കുകയാണ്. എന്താണ് വണ്ടി പോയാൽ പിന്നെ അടുത്ത വണ്ടി വരെ കുറച്ച് സമയമാവും കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് ഓടുകയാണ്. വണ്ടി കണ്ടായിരുന്നു. പിന്നെ വണ്ടി എന്നെ കണ്ടാണ് നിർത്തി. പിന്നെ വണ്ടിയിൽ കയറുന്ന കുറച്ച് കൂട്ടുകാരന്മാരെല്ലാം ഉണ്ടായിരുന്നു. അവന്മാരെല്ലാം പരിച്ചിട്ട് വീഡിയോ എടുക്കണം സിബു പറഞ്ഞിട്ട് എല്ലാവരെയും അങ്ങോട്ട് വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ വണ്ടി കടയിലെത്തി ഇറങ്ങി. പിന്നെ അങ്ങനെ കടയ്ക്ക് നടക്കുകയാണ്. പിന്നെ കടയ്ക്ക് അങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെ രാവിലെ എണിച്ചതല്ലേ, കുറച്ച് വണ്ടിയുണ്ട്, ഉറക്ക സീനുണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ കടയ്ക്ക് കയറി നടന്ന് പോവുകയാണ്. കടയിൽ എത്തി. 10 മണിക്കാലം പിന്നെ ബ്രേക്ക് ഉണ്ടാവും. ബ്രേക്ക് വേണ്ടി എല്ലാവരും താഴെ ഇറങ്ങി നിൽക്കുകയാണ് വണ്ടിക്ക് വേണ്ടി. ഡ്രൈവർ എത്തിയിട്ടില്ല. പിന്നെ ഡ്രൈവർ എത്തി, വിളിക്കുക എല്ലാവരും കയറി. പിന്നെ വണ്ടി പോകുമ്പോഴേക്കും അവിടെ ബ്ലോക്കിൽ പെടുമ്പോൾ വീഡിയോ എടുക്കണം. അപ്പോൾ ചെക്കൻ എൻ്റെ വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ട് നടക്കാനായിട്ട് അവന്മാർക്ക്. പിന്നെ സോണി സൂപ്പർവൈസർ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും ഓരോരോ വീഡിയോ എടുക്കുകയാണ്. പിന്നെ വണ്ടി റൂമിലെത്തി. പിന്നെ എല്ലാവരും ഓരോരോ ആൾക്കാരായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. റൂമിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങുക. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ ബിരിയാണിയെല്ലാം കിട്ടുന്നുണ്ട് പറഞ്ഞു സോണി. പിന്നെ എല്ലാവരും ബിരിയാണിക്ക് വേണ്ടി ഓരോ ആൾക്കാർ സോണി വിളിക്കുകയാണ്, ഇറങ്ങി പറഞ്ഞിട്ട് ലേഡീസ് എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരും വിളിച്ചിട്ട് അങ്ങനെ നടക്കുക, ഒരേ മഞ്ഞപ്പടയായിട്ട് നടക്കുകയാണ് കേട്ടോ. അവിടെ ബിരിയാണിക്ക് എത്തുമ്പോഴോ അവിടെ നല്ല തിരക്കാട്ടോ. ആ തിരക്ക് പോകാൻ വേണ്ടി കാത്ത് നിന്ന് ഒരു ബിരിയാണി മേടിക്കാൻ വേണ്ടി നിന്ന്. പിന്നെ ബിരിയാണി കിട്ടി. ആ സന്തോഷത്തിൽ അങ്ങനെ റൂമിൽ നടന്നു വരാട്ടോ. ഇന്ന് നോമ്പ് തുറ റൂമിൽ സെറ്റാക്കി ഞങ്ങൾ. പിന്നെ അത് എണ്ണക്കടിയും പിന്നെ ബിരിയാണിയും പിന്നെ ഈത്തപ്പഴവും പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നേ. ഇന്ന് വൈകുന്നേരം റെസ്റ്റ് വന്ന നാളെ റൂമിൽ നോമ്പ് സെറ്റാക്കി. പിന്നെ അപ്പോഴേക്ക് അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. പിന്നെ അങ്ങനെ വണ്ടി എത്തിയിട്ട് അങ്ങോട്ട് എല്ലാവരും വണ്ടിയിൽ കയറി പോവുകയാണ്. പിന്നെ വണ്ടി കടയിലെത്തി. അങ്ങനെ കടയിൽ നിന്ന് നടന്ന് പോവാണ്. നടന്ന് കടയ്ക്ക് കയറുകയാണ്. ഞാൻ കയറിയാൽ അടുത്ത ആൾക്കാർ ചേഞ്ച് ആക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ രാത്രിയായി. ഷിഫ്റ്റ് ഇറങ്ങിയിട്ട് എല്ലാവരും വണ്ടിയിൽ കയറുകയാണ്. റൂമിൽ പോകാൻ വേണ്ടി കയറി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ആൾക്കാരെ കയറുകയാണ്. രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് റൂമിൽ പോകാൻ വേണ്ടി അങ്ങനെ എല്ലാവരും കയറി ഡ്രൈവർ കൊണ്ടുപോവാണ്. പിന്നെ ഓരോരാളായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയ്ക്ക് നടന്ന് പോവാണ്. അപ്പോൾ ഡ്രൈവർക്ക് അങ്ങോട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് താട്ടയും കാണിച്ചു. ഡ്രൈവർ അങ്ങോട്ട് പോയി. പിന്നെ ഇന്നത്തെ ഫുഡ് റൊട്ടി ആക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ റൊട്ടി മേടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ കടയ്ക്ക് പോയി. അവിടെ നല്ല സ്വീറ്റ് റൊട്ടിയാണ്. അപ്പോൾ ആ റൊട്ടി ഉണ്ടാക്കുന്ന മൂപ്പുര വീഡിയോ എടുത്ത് പറഞ്ഞു. അതാണ് ഇന്ന് രാത്രിക്ക് ഫുഡ്. അപ്പോൾ കടയിലെ മൂപ്പര് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയായിരുന്നു. ഉണ്ടാക്കിയത് എൻ്റെ ബട്ടറെല്ലാം തേക്കുന്നു തേച്ച് മൂപ്പര് അങ്ങോട്ട് കട്ട. പിന്നെ അങ്ങനെ റൂമിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ റൊട്ടിയും ഫ്രൂട്ട്സെല്ലാം ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.